നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇ വേസ്റ്റ്. അപ്പോൾ ഇ വേസ്റ്റ് എന്നാൽ എന്ത്? ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ വേസ്റ്റ് റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നിയറിങ് ദി എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അവരുടെ ഉപയോഗപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസാനം, ഇത്രയും കാലം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനം, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഇലക്ട്രോണിക് സാധനം എന്ത് ചെയ്യുന്നു, കേടായി, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. ആ സാധനം നമ്മൾ പറയുന്ന പേരാണ് ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തുമാകാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കേടായി, ഓഫീസിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അതായത് ടി വി ആവാം, ഫ്രിഡ്ജ് ആവാം, വാഷിംഗ് മെഷീൻ ആവാം, മിക്സി ആവാം, ഏതൊരു ഇലക്ട്രോണിക് ഉപകരണവും അതിൻ്റെ ലൈഫിൻ്റെ അറ്റത്ത്, അതിൻ്റെ ഉപയോഗം കേടായി കഴിഞ്ഞ് പിന്നെ അത് യൂസ്ഫുള്ളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, യൂസ്ഫുൾ ലൈഫിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് കേടായി എന്ന് പറഞ്ഞാൽ അതൊരു വേസ്റ്റ് മാത്രമല്ല, ഇലക്ട്രോണിക് വേസ്റ്റ് മാത്രം ആവുകയല്ല ചെയ്യുന്നത്. ഏതൊരു ഇലക്ട്രോണിക് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഫ്രീ ഓൺ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിവൈസ് എടുക്കുന്ന സമയത്തും എന്തുണ്ടാവും, അതിൻ്റെ അകത്ത് സം ടോക്സിക്, അതായത് വിഷവസ്തുക്കളുണ്ടാവും. ടോക്സിക് മെറ്റീരിയൽസ് സച്ച് ആസ് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ഇങ്ങനെയുള്ള ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുക്കുമ്പോഴും അതിൽ ഇമാതിരിയുള്ള എന്തുണ്ടാവും, നമുക്ക് ടോക്സിക് ആയിട്ടുള്ള വിഷവസ്തുക്കൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാരണം മുമ്പത്തെ പോലെയല്ല, നമ്മളിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്നത്തെ ഈ പുതിയ മോഡേൺ ലൈഫിൽ പുതിയ ഡിവൈസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള പുതിയ ഗാഡ്ജറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഈ യുഗത്തിലേക്ക് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുകയാണ് നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്തൊരു ഫോൺ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോൺ വരാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മൾ. അങ്ങനെ ഓരോ വർഷവും ഏറെക്കുറെ 300 മില്യൺ അല്ലെങ്കിൽ ടൺസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുന്നു, ഈ ഇലക്ട്രോണിക് വേസ്റ്റ് 50 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഈച്ച് ഇയർ. ഓരോ വർഷം 50 മില്യൺ ടണ്ണ് ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അത് കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല, ടി വി തന്നെ ആവണമെന്നില്ല, ഓരോ ഇലക്ട്രോണിക് ഉപയോഗങ്ങളും അതിൻ്റെ അകത്ത് ബാറ്ററി, അമ്മാതിരിയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം, ടോർച്ച്, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇലക്ട്രോണിക് ഡിവൈസ് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ ഭയക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോണിക് വേസ്റ്റിനകത്ത് എന്തുണ്ടാവും, ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാവും, വിഷവസ്തുക്കൾ ഉണ്ടാവും. അപ്പോൾ അമ്മാതിരിയുള്ള ഇലക്ട്രോണിക് വേസ്റ്റ് എന്ത് സംഭവിക്കും, നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോണിക് അത് നമ്മുടെ ലീഡ്സ് ടു ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ്, അങ്ങനെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് നമ്മൾ മിക്കവാറും ഈ ഇലക്ട്രോണിക് ഡിവൈസസിൽ ഉണ്ടാകുന്ന കെമിക്കലുകൾ ലെഡ്, മെർക്കുറി, കാഡ്മിയം. അപ്പോൾ ഈ ലെഡ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻട്രൽ പെരിഫറൽ നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ മെർക്കുറി ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ ബ്രെയിൻ, നെർവസ് സിസ്റ്റം, കാഡ്മിയം ആണെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസേഴ്സ്. അങ്ങനെ ഓരോ ഡിവൈസസും ഓരോ കെമിക്കൽസും എന്തുണ്ടാക്കുന്നു, ഓരോ രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യരുത്, ഇമാതിരിയുള്ള ഇലക്ട്രോണിക് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഇ വേസ്റ്റ്, ഈ വേസ്റ്റുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ CRT നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ, അതേപോലെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ടി വി, ഇതിലൊക്കെ CRT ആണ്. CRT പറഞ്ഞാൽ കാത്തോഡ് റേ ട്യൂബ് എന്ന് പറയും. ഇപ്പം നമ്മുടെ പണ്ടത്തെ ടി വിയും നമ്മുടെ കമ്പ്യൂട്ടറും ബിഫോർ 90s ഒക്കെ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലേക്ക് നീണ്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. പെട്ടെന്ന് അത് കുറച്ച് നേരം നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ എന്താവുന്നു, ഹീറ്റ് ആവുന്നു, അങ്ങനെ ഒരുപാട് എനർജി വേസ്റ്റ് ആക്കുന്നു. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ലെഡും ഫോസ്ഫറസ് പോലെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ ഡിസ്പ്ലേ, CRTയിലെ ഡിസ്പ്ലേ വരുത്താൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡും ഫോസ്ഫറസ് പോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഹസാർഡിയസ് ആണ്, ഇറ്റ്സ് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒന്നെങ്കിൽ ആക്രിക്കാർ വരുമ്പോൾ പറഞ്ഞു വിടും അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾ താമസമൊന്നും ഇല്ലാത്ത ഒരു വലിയ ഒരു ഏരിയ കാണുകയാണെങ്കിൽ, അല്ല കുഴിയോ കനാലോ ആണെങ്കിൽ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെയാണ് ആളുകൾ അത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് വിൽ എഫക്റ്റ് അവർ സോയിൽ, വാട്ടർ, എയർ, അതൊക്കെ നമ്മൾ മലിനമാകുന്നു. നമ്മുടെ എയർ, നമ്മുടെ
വായു, അതേപോലെ മണ്ണിൽ കുഴിച്ചിടും ആൾക്കാർ. പുറത്ത് നമുക്ക് കളയാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വെള്ളം, എയർ, അതേപോലെ തന്നെ നമ്മുടെ മണ്ണ് ഇതെല്ലാം മലിനമാകാണ്. അപ്പോൾ നമ്മൾ ഈ ഇമാതിരിയുള്ള ഗാഡ്ജറ്റ്സ്, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളയുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് കളയാം, ഏത് രൂപത്തിലാണ് നമ്മളിത് കളയേണ്ടത്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക്, ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഓൾസോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ്. എങ്ങനെയൊക്കെയാണ് ഇ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. നമ്മൾ 4 മെത്തേഡ്സിലാണ് ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ഒന്ന് റീയൂസ്, ഒന്ന് ഇൻസിനറേഷൻ, പിന്നെ റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, ലാൻഡ് ഫില്ലിംഗ്. 4 മെത്തേഡ്സിലാണ് ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ റീയൂസ്. അത് റീയൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ യൂസേജ് ഓഫ് ദി എക്യുപ്മെൻറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ് ഓർ മോഡിഫൈഡ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ പുതിയൊരു കമ്പ്യൂട്ടർ നമ്മുടെ ഒരു റിലേറ്റീവ് തരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പഴയ കമ്പ്യൂട്ടർ വർക്കിംഗ് ആണ് എങ്കിൽ അത് ഉടനെ അതൊരു ഇ വേസ്റ്റ് ആക്കി മാറ്റാതെ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മളെക്കാട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ സൗകര്യമില്ലാത്തൊരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ വല്ല ചാരിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. ഒന്നുകിൽ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ബൈയിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് മണി, അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് വാങ്ങി അവർക്കത് എന്ത് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് യൂസ് ആയിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ലേറ്റസ്റ്റ് വേർഷനിലായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് റീയൂസ്. അതായത് ഒരു പഴയ കമ്പ്യൂട്ടറിനെ നമ്മൾ ഒന്നെങ്കിൽ പൈസയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ ഡെവലപ്മെൻറ്റ്സ്, പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അത് എന്തുണ്ടാവുന്നില്ല, ഇലക്ട്രോണിക് ഡിവൈസ് വേസ്റ്റ് ആവുന്നില്ല. നെക്സ്റ്റ് ഇസ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് കംപ്ലീറ്റ്ലി കമ്പസ്റ്റൻ പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഇൻസിനറേഷൻ, ഒരു വലിയൊരു ഇതാണ്. ഇൻസിനറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ നല്ല ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഡിവൈസസ് ഇടും. 1000 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ ഇതെന്താവും, ഫുൾ അതങ്ങനെ അരിഞ്ഞ് ഇതായി പോവും, ബേൺ ചെയ്ത് കളയുന്നതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. വലിയൊരു കമ്പസ്റ്റൻ പ്രോസസ്സാണ്. അത് 1000 ഡിഗ്രി സെൽഷ്യസിൽ ഇലക്ട്രോണിക് ഡിവൈസ്, നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബേൺ ചെയ്തിട്ട് ആ സാധനത്തിനും ഇല്ലാതാക്കുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് റീസൈക്ലിംഗ് ഓഫ് ദിസ്. ഇതാണ് ഇ വേസ്റ്റ്. ഉണ്ടോ, പല തരത്തിലുള്ള ഇ വേസ്റ്റുകളാണ്. അത് പല സാധനങ്ങളും ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ, SMBSൻ്റെ, TV ഉണ്ട്, അതേപോലെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കേട്ടോ. നെക്സ്റ്റ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൈക്ലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓർ മാനുഫാക്ചറിങ് ന്യൂ പ്രോഡക്ട്സ് ഫ്രം എ പ്രോഡക്റ്റ്. നമുക്ക് ഓൾറെഡി ഉള്ളൊരു പ്രോഡക്റ്റിൽ നിന്നും അതിൻ്റെ ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, അതിൻ്റെ പേർപ്പസ് മാക്സിമം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പോണൻസുകൾ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് റീസൈക്ലിംഗ്. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ ലൈഫ് കഴിഞ്ഞു, ആ ഒറിജിനൽ പ്രോഡക്റ്റിൽ കേടാകാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിവൈസസിലൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റീസൈക്കിൾ ചെയ്യാം. സോ അതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ അളവ് കുറയുന്നു. ദെൻ ലാൻഡ് ഫില്ലിംഗ്. അതാണ് ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ബട്ട് നോട്ട് റെക്കമെൻഡഡ് ആണ്. അത് അത്ര റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു മെത്തേഡല്ല. കാരണം വലിയ ലാൻഡ് ഫില്ലിംഗ് പറഞ്ഞാൽ വലിയ ഫ്ലാറ്റൊക്കെ കിട്ടുന്നതിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, അവർ അതിലുള്ള വേസ്റ്റുകളെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കുഴി നിമത്താനൊക്കെ ഉപയോഗിക്കും. അതിനാണ് ലാൻഡ് ഫില്ലിംഗ്. അപ്പോൾ ഈ വേസ്റ്റ് ഡിസ്പോസൽ 4 രീതിയിലാണ് റീയൂസ് ചെയ്യുക. അതായത് ആർക്കെങ്കിലും പഴയ നമ്മുടെ ഇലക്ട്രോണിക് വർക്കിംഗ് കണ്ടീഷനിലാക്കി ആർക്കെങ്കിലും കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ദെൻ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ബേൺ ചെയ്ത് കളയുക. അല്ലെങ്കിൽ റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കേടായ ഉപകരണത്തിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസസ് എടുത്തിട്ട് നമ്മൾ അതിനെ റീസൈക്കിൾ ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ കുഴിയെടുത്തിട്ട് മൂടുക, ലാൻഡ് ഫില്ലിംഗ്. ഇതൊക്കെയാണ് എന്താണ് ഇ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റുഡൻസിന്, ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയുക. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഓൺവേർഡ്സിൽ പറയാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അൺനെസസറി ആയിട്ട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യാതിരിക്കുക, വാങ്ങാതിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ഡിവൈസ് കേടായിട്ട് എനിക്ക് ഉടനെ അടുത്ത ഡിവൈസ് എൻ്റെ മൊബൈൽ കേടായി, നാളെ തന്നെ ഈ പുതിയ മൊബൈൽ വാങ്ങണമെന്ന് പറയാതെ എന്ത് ചെയ്യുക, ഈ മൊബൈൽ എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിക്കാം. അതേപോലെ അതിൻ്റെ അകത്തുള്ള എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് എടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ ചെയ്യാം. റീസൈക്കിൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്.
പിന്നെ മാത്രമല്ല പുതിയ ഇലക്ട്രോണിക് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക വെച്ചാൽ അതിൻ്റെ അകത്ത് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവാതിരിക്കുക. അതിൻ്റെ അകത്തുള്ള ഡിവൈസസ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന് വിചാരിക്കുക. ഒരുപാട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതാവരുത്. കുറേ കാലം നിൽക്കേണ്ട ഒരു ഡിവൈസ് ആയിരിക്കണം. നമ്മൾ അങ്ങനെ ഒരു സാധനം വാങ്ങുമ്പോൾ ഇത് അത്യാവശ്യം നിൽക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വാങ്ങുക അല്ലേ, കടക്കാരത് ഇത് വാങ്ങുമ്പോൾ തന്നെ. അതേപോലെ അതിൻ്റെ ലൈഫ് സ്പാൻ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണം നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് വാങ്ങുക. നമ്മളൊരു സാധനം കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി പുതിയത് വാങ്ങാതെ അതിൻ്റെ തന്നെ മാനുഫാക്ചറെ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് റീടേക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റുമോ, അതിൽ എന്തെങ്കിലും ഇതാക്കി അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അവരെ വിളിച്ച് നമ്മൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ ഇനി ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് കഴിവതും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങുക. എപ്പോഴും വാറണ്ടി ഉള്ളതും ടേക്ക് ബാക്ക് പോളിസി, അതായത് നമ്മൾ കേടായി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക അങ്ങനെ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ മാത്രം എന്തെടുക്കുക, ഡിവൈസസ് എടുക്കുക. അങ്ങനെയാണ് ഇ വേസ്റ്റ് എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇ വേസ്റ്റ് നമ്മൾ എന്താണ് ഇ വേസ്റ്റ് എന്ന് മനസ്സിലാക്കണം, ആൻഡ് ഡിഫറെൻറ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT. അപ്പോൾ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. അതായത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഡിവൈസസിനെ കുറിച്ചിട്ടുള്ള പഠനവും അതുകൊണ്ട് ഉപയോഗിച്ചുള്ള പ്രാക്ടീസിനെയുമാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസസ്, നമ്മൾ ഏത് സാധനം യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി എക്കോ ഫ്രണ്ട്ലി. നമ്മുടെ എൻവിറോൺമെൻറ്റിന് ഒരു രീതിയിലും എന്തുണ്ടാവാൻ പാടില്ല, അതിന് ദോഷമായി ബാധിക്കാത്ത രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടിംഗ്, കാൽക്കുലേറ്റിങ്ങിൻ്റെ പഠനത്തിനെയും അതിൻ്റെ പ്രാക്ടീസിനെയുമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ, എൻവിറോൺമെൻറ്റിന് പ്രകൃതിക്ക് താങ്ങാവുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടിങ്ങും ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഉപകരണത്തിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയും അതിൻ്റെ പ്രാക്ടീസിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്?